എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ആർട്ട് ഓഫ് ഡ്രൈവിങ്ങിന്റെ ക്ലാസ് നടന്നത് എറണാകുളത്തെ തൃപ്പൂണിത്തുറയിലാണ്. അപ്പോൾ ക്ലാസ്സിൽ പങ്കെടുത്ത ആളാണ് എൻ്റെ കൂടെ ഉള്ളത്, ലളിത ടീച്ചറാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഫീസും കിട്ടി, പിന്നെ മറ്റൊരു കാര്യം കൂടി കിട്ടി. എന്താ വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ എപ്പോഴും താമസിക്കാനുള്ളൊരു ഫ്ലാറ്റ് ഫ്രീ ആയിട്ട്. വലിയ കാര്യമല്ലേ? ടീച്ചറെ ഏജ് ഞാൻ പറയാം 71 ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ടീച്ചർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ടീച്ചർ പറയും. പിന്നെ ടീച്ചർ ഇപ്പോൾ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്തത് മാരുതി ST വെച്ചിട്ടാണ്. അപ്പം മാനുവലി ഗിയർ ഷിഫ്റ്റിംഗ് ചെയ്യുന്ന വണ്ടിയാണ്. അറിയാലോ ഇത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാവുന്നു. പ്രശ്നം രണ്ടാമത് റിവേഴ്സ് ഗിയർ വീഴണില്ല, ചിലപ്പോൾ വീഴണില്ല, അങ്ങനെ പിന്നെ ഇടയ്ക്ക് വള്ളി നിന്ന് പോകും. സതീഷിന്റെ ക്ലാസ് സ്ഥിരമായിട്ട് കാണുന്നതുകൊണ്ട് ഞാൻ ഓടിച്ചൊന്നും നോക്കിയിട്ടില്ല. പക്ഷെ സതീഷിനെ എന്തെങ്കിലും ഒരിക്കൽ കണ്ട് ഓടിക്കാൻ പറ്റുന്നതിനുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. അതിനോടിടയ്ക്കാണ് സതീഷിന്റെ വീഡിയോയിൽ അടുത്തിടെ കണ്ടത് ഞാൻ സുന്ദരിമാരെ പഠിപ്പിച്ചു. അപ്പൊ ഞാൻ സതീഷിനെ എത്തി, അയ്യോ സതീഷ് ഞാൻ സുന്ദരി തന്നെയാണ്, ദൈവം എന്നെ സൃഷ്ടിച്ചത്, സൗന്ദര്യമാണല്ലോ മനസ്സിലായി. എനിക്ക് 71 വയസ്സായി, പക്ഷെ 17ന്റെ മനസ്സ് നിന്ന ആൾക്കാർ തരും. പക്ഷേ എനിക്ക് എന്നിൽ നല്ല വിശ്വാസം എന്ന് പറഞ്ഞാൽ സംശയമുള്ളപ്പോഴാണ് നമുക്ക് വിശ്വാസം, അല്ലെങ്കിൽ ഉറപ്പാണ്. കാരണം ഒരു ഉദാഹരണം പറയണം, നമ്മുടെ തലയ്ക്കകത്ത് ബ്രെയിൻ ഉണ്ട് എന്നുള്ളത് ഒരു വിശ്വാസമാണ്. നമ്മളോട് കുട്ടിക്കാലത്ത് ചോദിക്കണേ എൻ്റെ തലയിൽ എന്താ കളിമണ്ണാണോ? അറിയില്ല. അപ്പൊ അത് ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല. അതേമാതിരി ഈശ്വരനുണ്ടോ ഇല്ലയോ അതും അറിയില്ല, ഉറപ്പാണ്. പക്ഷെ ഒരാളെ നമുക്ക് സൗന്ദര്യം ഇല്ല, സൗന്ദര്യം ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു കോൺഫിഡൻസ്. പക്ഷെ അതേസമയം തന്നെ നമ്മൾ ചെന്ന് പെടുന്ന ഒരു ഇതാണ്. എപ്പോഴും നെഗറ്റിവിറ്റിയിലാണ് നോക്കണമെന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടാണ്. എത്ര പ്രായമായിക്കോട്ടെ, എത്ര ചെറുപ്പായിക്കോട്ടെ, ജസ്റ്റ് ഒരു മോട്ടിവേഷൻ പറ്റും. സ്വയം അവനെ കൊണ്ടാവും എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരാളോട് പറഞ്ഞ് ആ ബുദ്ധിമുട്ടാണ്. അത് ഒഴിവാക്കാൻ പറ്റുന്ന സതീഷിന്റെ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാൻ സതീഷിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. ഈ പറഞ്ഞ വലിയൊരു കാര്യമാണ്, ഈ സൗന്ദര്യത്തിന്റെ കാര്യം പറഞ്ഞത് വലിയൊരു ഫാക്ടറാണ്. എല്ലാവർക്കും നല്ല സൗന്ദര്യം കൊടുത്തിട്ട് ദൈവം സൃഷ്ടിച്ചിട്ടില്ല, പക്ഷെ അത് കാണാനുള്ള കണ്ണും ഒരു നല്ല മനസ്സൊക്കെ വേണം. തീർച്ചയായിട്ടും ഒരാളെ പരിഹസിക്കണം എന്ന് തോന്നുന്നത് ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് വിവരക്കിടന്നെ ആസ് എ ടീച്ചർ എനിക്ക് പറയാൻ പറ്റും. കാരണം എല്ലാവർക്കും എല്ലാ കഴിവുകളും ഇല്ല. പക്ഷേ നമുക്ക് കുറേ കഴിവുകൾ ഉണ്ടാക്കിയെടുക്കാം ബൈ പ്രാക്ടീസ്. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ 69 വയസ്സായപ്പോഴാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തത്. ഒരുപാട് ലേറ്റ് ആയിട്ടാണ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അതെൻ്റെ ഒരു ആവശ്യം. പക്ഷെ അത് ഓടിച്ചു, അതിലൊരു വിധമൊക്കെ സാറ്റിസ്ഫൈഡ് ആയി. പക്ഷെ എന്നിരുന്നാലും ഈ സതീഷിന്റെ വീഡിയോ കണ്ടു തുടങ്ങിയപ്പോൾ ഒരു ചെറിയൊരു മോഹം, ഈ കൊച്ചിനെ ഒന്ന് കാണാം. ടീച്ചറാണല്ലോ, ഈ കൊച്ചിനെ ഒന്ന് കണ്ടിട്ടാണ് നമ്മുടെ വീട്ടിൽ എന്ത് നടക്കണമെന്നുള്ളതിനെ പറ്റിയിട്ട്, നമ്മളിൽ എന്ത് നടക്കണമെന്നുള്ളതിനെ പറ്റിയിട്ട് ആലോചിച്ചു. അയലൊക്കെ നടക്കണോ, അപ്പുറം എന്ത് നടക്കണമെന്നുണ്ട് അവർക്ക് പാരപണിയാണ്. എനിക്ക് ആദ്യമൊക്കെ പേടിയില്ല. ഇപ്പോൾ ഒരു തെറ്റ്, കാരണം ഞാൻ പോണ വഴി ശരിയായിട്ടുള്ള വഴിയാണെന്ന് വളരെ ഒരു 26 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മനസ്സിലാക്കി. എല്ലാവർക്കും കഴിവുണ്ടാവും, പക്ഷേ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അതിനു വേണ്ടി ശ്രദ്ധയും വേണം, ഡെഡിക്കേഷനും വേണം, പ്രാക്ടീസും വേണം, ഒരു സ്നേഹം വേണം. ഇപ്പോൾ ഒരു കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് പോലും ഉപ്പും മുളകും മഞ്ഞപ്പൊടിയും ഇട്ട കഷ്ണമൊക്കെ പിന്നെ അടുപ്പെന്ന് വെച്ചാൽ അതിൻ്റെ ജോലിയല്ല. നമ്മളിടയ്ക്ക് അതിന് നിരത്തി കൊടുക്കുക, അതിന് കൊടുക്കുക. നമ്മുടെ ഈ ഒരു പ്രാർത്ഥന, അതാണ് സ്നേഹം കൊടുക്കുക, ഒരു പ്രാർത്ഥന. ഇത് എല്ലാവർക്കും കഴിക്കാൻ തോന്നിക്കണേ, ടേസ്റ്റ് ഉണ്ടാവണേ, ദഹിക്കണേ, ഈശ്വര ഇതുണ്ടാക്കി വരുന്നു. ഇങ്ങനെ ഒരു ട്രെൻഡ് കൊച്ചു കുട്ടിക്കാലത്തെ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ലോകം നന്നായി വരും. സതീഷിൻ്റെ ക്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു കൊച്ചു പയ്യൻ്റെ കൂടെയാണ് ഞാൻ എൻ്റെ മോളെക്കാട്ടി ചെറുതാണ്. അപ്പം ഞാൻ പഠിപ്പിച്ച പിള്ളേരുടെ പോലെയാണ് തോന്നിയത്. പിന്നെ ആശന വളരെ കൊച്ചാണ് എന്നുവെച്ചാൽ അങ്ങനെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഈശ്വര എന്തായിരിക്കും എൻ്റെ സ്ഥിതി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പക്ഷെ കുഴപ്പമുണ്ടോ പ്രശ്നമുണ്ടോ വിഷമമുണ്ടോ ഇല്ല എന്ന് പറഞ്ഞു. അരമണിക്കൂർ ഓടിച്ച് ഞാൻ നിർത്തുന്ന വിചാരിച്ച. പക്ഷേ ഇപ്പൊ സതീഷ് പിന്നെ കുറേ മണിക്കൂർ ഓടിച്ചു.
അങ്ങനെയല്ല, എനിക്ക് നടുവേദനയില്ല, കാലുവേദനയില്ല, മുട്ടുവേദനയില്ല. എന്തോ അത് ഗുരുവായൂരപ്പൻ്റെ കടാക്ഷം അനുഗ്രഹം മാത്രമാണ്. ആ ഗുരു സജീഷ അത്രയും ക്ലിയറായിട്ടും അതേപോലെ ക്ഷമയോടും അതേപോലെ അഫെക്ഷനേറ്റ് ആയിട്ടുള്ള പെരുമാറും. ഇനി ഇത് കൂടുതൽ എനിക്ക് ഒന്നും പറയാനില്ല. സജീഷിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ടീച്ചറെ ഫീഡ്ബാക്ക് നിങ്ങൾ കേട്ടല്ലോ. അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400600735. അപ്പോൾ നിങ്ങൾ എന്തായാലും 90 ഡേയ്സ് വെയിറ്റ് ചെയ്യേണ്ടി വരും. 90 ഡേയ്സ് പ്രീ ബുക്കിംഗ് ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഫീഡ്ബാക്ക് വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.